ഹായ് ഓൾ സി യു ടി യു ജി അപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം സി യു ടി യു ജിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് CUET.NTA.NIC.in എന്നുള്ളതാണ്. ഡയറക്റ്റ്ലി നമ്മൾ സെഷനിലോട്ട് പോവാണ്. ഇങ്ങനെ ഒരു വെബ്സൈറ്റിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. മുകളിലായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് യു ജി എന്നുള്ള കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ലോഗോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ മെനു ടാബിലായിട്ട് ഹോം, എബൌട്ടസ്, അതുപോലെ തന്നെ ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, സിലബസ്, അതുപോലെ ഇ സർവീസസ്, അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ്, അതുപോലെ FAQ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, കോൺടാക്ട് മെനു ടാബുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടെ പബ്ലിക് നോട്ടീസിലോട്ട് വരുന്ന സമയത്ത് CUT നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസ് ഒക്കെ വരിക ഈ ഒരു സ്ഥലത്താണ്. PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് എന്താണ് CUT, എന്താണ് NTA എന്നുള്ളത് ഇൻട്രഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഈ ഒരു ബട്ടന്റെ ഈ ഒരു ടെസ്റ്റിന്റെ റൈറ്റ് സൈഡിലായിട്ട് രജിസ്ട്രേഷൻ ഫോർ CUET UG 2025 എന്നുള്ള ഒരു കാര്യം ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് CUET UG അപ്ലിക്കേഷൻ വിൻഡോയിലോട്ട് പോവാം. ഇവിടെ വിൻഡോന്റെ URL മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റും. CUET.NTA.NIC.in/registration for CUET UG 2025 ഈസ് ലൈവ് എന്നുള്ള URL പോയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ CUET UG 2025 രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു റെഡ് ടെസ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ്ലി അപ്ലിക്കേഷൻ വിൻഡോയിലോട്ട് പോകും. ആക്ച്വലി ഇതൊരു 3 സ്റ്റെപ്പ് അപ്ലിക്കേഷൻ പ്രോസസ് ആണ്. ആദ്യം നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു, ശേഷം നിങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്തതിന് ശേഷം ഈ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു. ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കും. അപ്പൊ നിങ്ങൾ പുതിയൊരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നു, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു, ഫീ പേയ്മെന്റ് നടത്തുന്നു, ശേഷം കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. ഇതിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷന് മുമ്പ് നിങ്ങൾ വായിച്ചിരിക്കണം. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിലാണ് ഉണ്ടാവുക. അത് PDF ആയിട്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ അത് വായിക്കാൻ വേണ്ടി സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ തന്നെ ഇതിന് മുമ്പായിട്ട് CUET UG 2025 നിങ്ങൾ അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടു കഴിഞ്ഞാലും മതിയാവും. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഇനി എത്രയാണ് അപ്ലിക്കേഷൻ ഫീസ് വരാന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 3 പേപ്പേഴ്സ് വരെ 1000 രൂപയും അതിനുശേഷമുള്ള ഓരോ പേപ്പേഴ്സിനും അഡീഷണൽ പേപ്പേഴ്സിനും 400 രൂപയാണ്. ഇനി OBC NCL OBC നോൺ ക്രിമിലെയർ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് 8 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 3 പേപ്പർ വരെ 900 രൂപയും അതിനുശേഷമുള്ള ഓരോ അഡീഷണൽ പേപ്പേഴ്സിനും 375 രൂപയാണ്. ഇനി SC ST PWD PWBD തേർഡ് ജെൻഡർ കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ 3 പേപ്പേഴ്സ് വരെ 800 രൂപയും അതിനുശേഷമുള്ള ഓരോ പേപ്പേഴ്സിനും 350 രൂപയാണ്. ഇനി നിങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള സെന്ററുകളിൽ നിന്നാണ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3 പേപ്പർ വരെ 4500 രൂപയും ശേഷമുള്ള ഓരോ പേപ്പേഴ്സിനും നിങ്ങൾ 1800 രൂപയും വെച്ചിട്ട് നിങ്ങൾ ഫീ പേയ്മെന്റ് കൊടുക്കണം എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സ്റ്റെപ്പ് പ്രോസസ് ആണ്. നിങ്ങൾ ആദ്യം ഓൺലൈനിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, ശേഷം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു, ശേഷം നിങ്ങൾ ഫീ പേയ്മെന്റ് നടത്തുന്നു, ശേഷം നിങ്ങൾ ആ ഒരു കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫാദർ മദർ നെയിം, അതുപോലെ തന്നെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പിന്നെ അതുപോലെ നിങ്ങളുടെ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ സ്കാൻഡ് ആയിട്ടുള്ള സിഗ്നേച്ചർ, പിന്നെ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്പേഴ്സ് ഒക്കെയാണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ഇനി ഫോട്ടോ എങ്ങനെയുള്ളതായിരിക്കണം എന്നല്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരിക്കണം. 80% നിങ്ങളുടെ മുഖഭാഗങ്ങൾ അത് വിസിബിൾ ആയിരിക്കണം. മാസ്ക് ഒന്നും ഇടാൻ വേണ്ടിയിട്ടുള്ള ഇട്ടിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 10 KB ടു 200 KB സൈസിലായിരിക്കണം ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കേണ്ടത്. ഇനി സ്കാൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒപ്പ്, അതൊരു പേപ്പറിൽ ഒപ്പിട്ടതിന് ശേഷം അത് സ്കാൻ ചെയ്തിട്ടുള്ള അതിന്റെ ഒരു ഫോർമാറ്റ് പറയുന്നത് JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റ് തന്നെയാണ്. അതും 10 KB ടു 50 KB സൈസിലാണ് വേണ്ടത്. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സ്കാൻഡ് സിഗ്നേച്ചറിൻ്റെ വേണ്ടെന്ന് പറയുന്നത് JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലാണ്. 10 KB ടു 50 KB സൈസിലാണ് വേണ്ടത്. നിങ്ങൾ PWD PWBD UDID കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്കാൻഡ് ആയിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അത് 50 KB ടു 300 KB വേണ്ടത്. അതും എഗെയിൻ നേരത്തെ പറഞ്ഞ ഫോർമാറ്റിൽ തന്നെയാണ് വേണ്ടത്. ഓക്കെ. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ഫീ പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് UPI, ഗൂഗിൾ പേ, ഫോൺ പേ, Paytm പോലുള്ള UPI സർവീസസോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ എങ്ങനെയായിരിക്കണം പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അതും കൂടെ പറഞ്ഞിട്ടുണ്ട്.
പാസ്വേഡ് മിനിമം 8 ലെറ്റർ ലെങ്ത് എങ്കിലും വേണം അതിന്റെ ക്യാരക്ടേഴ്സ്. അതിൽ നിങ്ങൾ അപ്പർ കേസും ലോവർ കേസ് ലെറ്റേഴ്സ് വേണം, അതുപോലെ തന്നെ നമ്പേഴ്സ് വേണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കൂടെ വേണം എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതൊക്കെ വായിച്ചതിന് ശേഷം ഈ ഒരു ഡിക്ലറേഷൻ നിങ്ങൾ ഒരു ചെക്ക് ബോക്സിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. ശേഷം ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഡീറ്റെയിൽസ്, ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കറക്ഷണൽ ടൈമിൽ 24 മാർച്ച് തൊട്ട് 26 വരെയുള്ള കറക്ഷൻ ടൈമിൽ ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇവിടെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇപ്പം ആധാർ കാർഡ് വെച്ചിട്ടാണ് നിങ്ങൾ ഒരു പ്രൂഫായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കി ഏത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് പ്രൂഫായിട്ട് കൊടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇവിടെ 10th സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇവിടെ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ പേരിവിടെ കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഫാദറിന്റെ പേര് ചോദിക്കുന്നുണ്ട്, പിന്നെ മദറിന്റെ പേര് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഏത് ജെൻഡർ ആണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്, അതും കൊടുക്കുക. ഇനി വീണ്ടും അതൊന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. കാര്യം ഇവിടുന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊടുക്കുക. വീണ്ടും മുകളിൽ കൊടുത്ത പോലെ തന്നെ വീണ്ടും ശ്രദ്ധിച്ചു കൊടുക്കുക. എന്തെങ്കിലും മിസ്മാച്ചുകൾ ഉണ്ടെങ്കിൽ അത് അവർ തന്നെ സിസ്റ്റം തന്നെ അവിടെ കാണിച്ചു തരും. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് കൊടുക്കുക മുകളിൽ കൊടുത്തതുപോലെ. ജെൻഡറും വീണ്ടും ഒന്നും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിപ്പം മിസ്മാച്ചുകളൊന്നുമില്ല, രണ്ടും ഈക്വൽ ആണ്, കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ വേറെ എറേഴ്സ് കാണിക്കാത്തത്. ഇനി നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന അഡ്രസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ കൊടുക്കുക. പ്രസന്റ് അഡ്രസ്സിനും പെർമനന്റ് അഡ്രസ്സിനും ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എക്സാം സെന്റേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. പ്രസന്റ് അഡ്രസ്സ് കൊടുക്കുക. അതിൽ പ്രിമൈസസ് അല്ലെങ്കിൽ പ്രിമൈസസ് നമ്പർ അല്ലെങ്കിൽ നെയിം ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സബ് ലൊക്കാലിറ്റി ഓപ്ഷനിലാണ്, അത് സ്കിപ്പ് ചെയ്യുക. ഇനി ലൊക്കാലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ സ്ഥലം ഏതാണെന്നുള്ളത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കൺട്രി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യ കൊടുക്കുക. പിന്നെ അതുപോലെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങളുടെ ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതും സെലക്ട് ചെയ്യാം. ശേഷം നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആണ് ചോദിച്ചേക്കുന്നത്, അത് നിങ്ങൾ തെറ്റാതെ കൊടുക്കുക. ഇതും വീണ്ടും 2 വട്ടം ചോദിക്കുന്നുണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. വീണ്ടും ഇമെയിൽ കൺഫേം ചെയ്യാം മുകളിലത്തെ പോലെ തന്നെ. ഓക്കെ, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സ് പെർമനന്റ് അഡ്രസ്സ് തന്നെയാണ്, പ്രസന്റ് അഡ്രസ്സ് തന്നെയാണ് പെർമനന്റ് അഡ്രസ്സ് എന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്താൽ മാത്രം മതി. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പം നമ്മുടെ പ്രസന്റ് അഡ്രസ്സ് പെർമനന്റ് അഡ്രസ്സും സെയിം ആയതുകൊണ്ട് ഞാനത് ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യാണ്. പിന്നെ ചൂസ് പാസ്വേഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, പാസ്വേഡ് ചൂസ് ചെയ്യുക. പാസ്വേഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങളുടെ അപ്പർ കേസ് ലെറ്റേഴ്സ് വേണം, ലോവർ കേസ് ലെറ്റേഴ്സ് വേണം, അതുപോലെ തന്നെ ന്യൂമറിക്കൽസ് വേണം, അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ 8 ലെറ്റേഴ്സ് ലെങ്ത് എങ്കിലും അതിന് വേണം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പാസ്വേഡ് കൺഫേം ചെയ്ത് കൊടുക്കുക. ഓക്കെ, മിസ്മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കും അത്. പിന്നെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ്, അഥവാ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ട് അതിന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു ആൻസറും കൂടെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്, സിമ്പിൾ ആണ്. പിന്നെ ഈ ക്യാപ്ച നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്.
അവിടെ ഗിവൺ മൊബൈൽ നമ്പർ ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ മൊബൈൽ നമ്പർ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഓൾറെഡി ഒരേ മൊബൈൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അങ്ങനെ, ഞാൻ നേരത്തെ അതേ സെയിം നമ്പറിൽ തന്നെ വേറൊരു രജിസ്ട്രേഷൻ നടത്തിയത് കൊണ്ടാണ് വേറൊരു സെയിം നമ്പർ രജിസ്റ്റേർഡ് ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുത്തു. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാദർ മദർ നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, അതുപോലെ തന്നെ ജെൻഡർ, ഇത്തരം കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ഒന്നും കൂടെ ടിക്ക് ചെയ്യുന്നു നമ്മൾ. ശേഷം നിങ്ങൾ ഈ ഒരു ഡിക്ലറേഷൻ കൂടെ അഗ്രി ചെയ്യുന്നു. ഇനി ഇതിലെന്തെങ്കിലും എഡിറ്റ്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്നുള്ള അതിലോട്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ടു വെരിഫൈ മൊബൈൽ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ OTP ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ശേഷം OTP എൻ്റർ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അങ്ങനെ OTP എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ശേഷം സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം കൊടുക്കുക. സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്ന് ലോഡിങ് കാണിക്കും. നേരെ നമ്മളപ്പം ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് എന്നുള്ള സ്റ്റേജ് ആണ്. ശേഷം ഫീ പേയ്മെന്റ് ആണ്. അപ്പോൾ നേരെ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു 10 സ്റ്റെപ്പ് പ്രോസസ് ആണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്റ്റർ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കംപ്ലീറ്റഡ് ആണ്. ഇവിടെ ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ ഇൻകംപ്ലീറ്റഡ് കാണിക്കും. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. ഇവിടെ നമ്മുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി കൊടുക്കുക. ഈ OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ OBC എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വീണ്ടും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഇനി നിങ്ങളിപ്പം യു ഹാവ് എ വാലിഡ് ആൻഡ് ലൈവ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ആൻ ആതറൈസ്ഡ് ഗവൺമെന്റ് ഓഫീസ് എന്നുള്ള ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം OBC NCL സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ചോദിക്കുന്നത്. കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. എന്നിട്ട് കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്പറും അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്ത ഡേറ്റും കൊടുക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കൊടുക്കുക. ശേഷം നിങ്ങളുടെ അപേക്ഷിച്ച അതിന്റെ ആപ്ലിക്കേഷൻ റെസിപ്റ്റ് നമ്പർ ഇവിടെ കൊടുക്കുക. അപേക്ഷിച്ചിട്ട് ഡേറ്റും കൂടെ കൊടുക്കുക. ശേഷം ഏത് അതോറിറ്റിയാണ് നിങ്ങൾക്ക് തരേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്തായാലും എക്സാമിന്റെ ആപ്ലിക്കേഷന്റെ ഇടയിൽ കുറെ ടൈം ഉണ്ട്. ഒരാഴ്ച, മാക്സിമം ഒരാഴ്ചയൊക്കെ പിടിക്കുകയുള്ളൂ. നിങ്ങൾ OBC NCL സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അത് സെൻട്രൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ അക്ഷയെന്നൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവരുടെ അടുത്ത് അത് സൂചിപ്പിക്കണം. സ്റ്റേറ്റ് പർപ്പസ് മതിയാവില്ല. കാര്യം സ്റ്റേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസർ ഒപ്പിടുന്നതാണ്. സെൻട്രൽ പർപ്പസ് എന്ന് പറയുന്നത് തഹസിൽദാർ ഒപ്പിടുന്നതാണ്. അതുകൊണ്ട് തന്നെ തഹസിൽദാർ ഒപ്പിടുന്ന സെൻട്രൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. നിങ്ങൾ 8 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള ആൾക്കാർ ആണെങ്കിൽ മാത്രമാണ് OBC NCL കാറ്റഗറിയിൽ വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ കയ്യിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നമ്പർ എൻ്റർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്ത ഡേറ്റും കൂടെ അവിടെ എൻ്റർ ചെയ്യാനുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ആരാണ് ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു സാധനം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ എൻ്റർ ചെയ്യാം. അതുപോലെ നിങ്ങൾ PW അല്ലെങ്കിൽ PWBD കാറ്റഗറിയിലാണോ എന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല എന്നുള്ള കൊടുക്കുക. പിന്നെ ഡയബറ്റിക് പേഴ്സൺ ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം സിറ്റി പോലെയുള്ള സ്ഥലങ്ങളാണോ, അർബൻ ഏരിയ ആണോ, അല്ലെങ്കിൽ റൂറൽ ഏരിയ ആണോ എന്നുള്ളത് കൊടുക്കുക. റൂറൽ, നിങ്ങൾ വില്ലേജിൽ നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് റൂറൽ ആയിരിക്കും. നിങ്ങളൊരു സിറ്റി പോലെയുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അർബൻ ഏരിയ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ആനുവൽ ഇൻകം ചോദിച്ചിട്ടുണ്ട്. അപ് ടു 1 ലാക്ക് 10 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ബാക്കി അവിടെ ചോദിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ മൈനോറിറ്റി കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതുപോലെ തന്നെ റിലീജിയസ് മൈനോറിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ശേഷം വാർഡ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ ആണോ അല്ലെങ്കിൽ എക്സ് സർവീസ് മാൻ ആണോ നിങ്ങൾ വരുന്നത് എന്നുള്ളത് ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ കൊടുക്കുക.
പിന്നെ NCC ക്വാട്ട, സ്പോർട്സ് ക്വാട്ട പറയുന്നുണ്ട്. അപ്പം നിങ്ങളത് നാഷണൽ ക്യാമ്പുകൾക്കും അല്ലെങ്കിൽ നാഷണൽ തലത്തിലുള്ള മത്സരങ്ങൾക്കൊക്കെ മത്സരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നോക്കിയിട്ട് കൺഫേം ചെയ്യാൻ, നിങ്ങൾ അതിൽ പെടുവോ ഇല്ലേ എന്നുള്ളത്, ഇത്തരത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വീണ്ടും അവസാനമായിട്ട് പറയുന്നത്, ഇത് എൻ്റെ ഇതിന് മുമ്പായിട്ട് ക്യാപ്ച ടൈപ്പ് ചെയ്യുക തെറ്റാതെ. ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് സെക്ഷൻ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഷുവർ ആണെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങളുടെ ഏതെങ്കിലും ആധാർ കാർഡ് വെച്ചോ, ഡിജി ലോക്കർ വെച്ചോ, നിങ്ങളുടെ പാസ്പോർട്ട് വെച്ചോ, പാൻ കാർഡ് നമ്പർ വെച്ചിട്ടോ, ഡ്രൈവിംഗ് ലൈസൻസോ, റേഷൻ കാർഡോ, അല്ലെങ്കിൽ വോട്ടർ ID കാർഡ് വെച്ചിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ID കാർഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ID കാർഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഐഡന്റിറ്റി ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ കൊടുക്കുന്ന ആധാറാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ ഫസ്റ്റ് ബേസിക് രജിസ്ട്രേഷനിൽ കൊടുത്തിട്ടുള്ള പേര് ആധാറുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ KYC കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം ആധാർ. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ആധാർ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ആധാർ നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതും കൂടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആർ യു ഷുവർ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് അവിടെ കൊടുക്കാം. ഓക്കെ. ക്യാപ്ച ഡിഡ് നോട്ട് മാച്ച് എന്നാണ് പറയുന്നത്. ക്യാപ്ച മാച്ച് ആവണം. മാച്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും കൂടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതുകൊണ്ട് തന്നെ ക്യാപ്ച മാച്ച് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചെയ്യാം. ഓക്കെ. ടു 8482U എന്നാണ് ക്യാപ്ച ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ. ആ ഒരു തേർഡ് സ്റ്റെപ്പ് ഐഡന്റിറ്റി ഡീറ്റെയിൽസും കൂടെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആധാർ ID അല്ലെങ്കിൽ ABC ID, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്, അങ്ങനെയുള്ള ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇത് നിർബന്ധമൊന്നുമല്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, അല്ലാതെ അല്ലാതെ കൊടുക്കുക. നിങ്ങൾ ഈ ഒരു എക്സാമിന്റെ ഇടയിൽ പോയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നോ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാറുള്ളത് പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 3 സെക്ഷനാണ് സിലബസ് വരുന്നത്. സെക്ഷൻ 1 ലാംഗ്വേജിൽ നിങ്ങൾ ഇംഗ്ലീഷ് ചെയ്ത, സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. +2 നിങ്ങൾ പഠിക്കുന്ന NCERT ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾ ഇത് കൊമേഴ്സ് ആരാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് കോമ്പിനേഷനുള്ള ആൾക്കാരുണ്ടാകും. അതിലേതെങ്കിലും 3 ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ സയൻസ് ആരാണെന്നുണ്ടെങ്കിൽ PCMB, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, അതിലേതെങ്കിലും 3 ചൂസ് ചെയ്യുക. ഇനി ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ പല സബ്ജക്ട് കോമ്പിനേഷനുള്ള ആൾക്കാരുണ്ട്. പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, സോഷ്യോളജി, ജിയോഗ്രഫി, ജിയോളജി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ജേർണലിസം, അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ +2 പഠിച്ച 3 സബ്ജക്റ്റുകൾ ഡൊമൈൻ ആയിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആണ് 3ാമത്തെ സെക്ഷൻ വരുന്നത്. അതും നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതുക. നിങ്ങൾ ലാംഗ്വേജും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ +2 പഠിച്ച 3 സബ്ജക്റ്റുകൾ, അങ്ങനെ ടോട്ടൽ 5 പേപ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കോഴ്സ് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും കിട്ടുന്ന, അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു, സെക്ഷൻ 1 ലാംഗ്വേജ് എന്ന്. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസും അതുപോലെ തന്നെ എക്കണോമിക്സും അക്കൗണ്ടൻസിയും ആണ് ഞാൻ ഇവിടുന്ന് ചൂസ് ചെയ്യുന്നത്, ഡൊമൈനിൽ നിന്ന് ചൂസ് ചെയ്യുന്നത്. ഇനി ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് 3ാമത്തെ സെക്ഷൻ വരുന്നത്, അത് ഞാൻ ചൂസ് ചെയ്യുന്നു. പിന്നെ ഇവിടുന്നത് നിങ്ങളുടെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഏതായിരിക്കണം നിങ്ങൾ എഴുതുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ എഴുതുക. നിങ്ങൾ മലയാളത്തിൽ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
എന്തെങ്കിലും എറേഴ്സ് ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള മലയാളം പോലെയുള്ള പേപ്പേഴ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫൈനലായിട്ട് കൺസിഡർ ചെയ്യുക ഇംഗ്ലീഷ് വേർഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും മലയാളത്തിൽ എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷൻ അവിടെ ഉണ്ടാവും. അതും കൂടെ കമ്പയർ ചെയ്ത് വായിച്ചു നോക്കുക. പക്ഷെ അത്രയും സമയം നമുക്ക് പോകും. അത് നിങ്ങൾ എന്തായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കാനുള്ള ആൾക്കാരാണ്, ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള ആൾക്കാരാണ്. അപ്പൊ ഭാഷ എന്തായിട്ട് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അത്രയും പറ്റാത്തവർ മാത്രമാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതുക. പക്ഷെ മലയാളത്തിൽ എഴുതുന്ന സമയത്ത് അതിലെന്തെങ്കിലും എറേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇംഗ്ലീഷിലെ വേർഷൻ ആണ് കൺസിഡർ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അതിന്റെ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിലുള്ള ആ ഒരു കാര്യം ക്വസ്റ്റ്യനും കൂടെ വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ എക്സാം സെന്റേഴ്സ് അല്ലെങ്കിൽ സിറ്റീസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ 17ഓളം സെന്റേഴ്സ് ആണ് വരുന്നത്. ഇനി നിങ്ങൾ ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഓൺലൈൻ രജിസ്ട്രേഷനിൽ കൊടുത്തിട്ടുള്ള പ്രസന്റ് പെർമനന്റ് അഡ്രസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സിറ്റീസ് വരിക. കണ്ടോ, ഇതിപ്പം നമ്മളിപ്പോ കേരളത്തിലുള്ള പ്രസന്റ് അഡ്രസ് ആണ് കൊടുത്തതെന്നുള്ളത് തന്നെ കേരള, അതുപോലെ ലക്ഷദ്വീപ്, പുതുച്ചേരി, തമിഴ്നാട്, ആൻഡമാൻ നിക്കോബാർ അതിന് ചുറ്റുമുള്ള കുറച്ച് പ്രദേശത്താണ് നമുക്ക് സെന്റേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ബാക്കി നോർത്തേൺ റീജിയൻസിലോട്ടൊന്നും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പം കേരളത്തിലാണ് ഞാൻ 4 എക്സാം സെന്റേഴ്സും കൊടുക്കുന്നത്. ആദ്യം ഞാൻ കാസർഗോഡ് കൊടുക്കുന്നു, എൻ്റെ ജില്ല തന്നെ കൊടുക്കുന്നു. പിന്നെ രണ്ടാമത്തത് വീണ്ടും സ്റ്റേറ്റ് കേരള തന്നെ കൊടുക്കുന്നു. ശേഷം കണ്ണൂർ കൊടുക്കുന്നു. മൂന്നാമത്തെ സിറ്റി കേരള തന്നെ കൊടുക്കുന്നു. സ്റ്റേറ്റ് ഞാൻ കോഴിക്കോട് കൊടുക്കുന്നു. ഇനി നാലാമത്തെ സെന്ററും കേരള തന്നെ കൊടുക്കുന്നു. ശേഷം മലപ്പുറം നാലാമത്തായിട്ട് കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ഒരു പ്രിഫറൻസ്. 4 സെന്റേഴ്സ് എനിക്ക് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ചില ആൾക്കാർക്ക് സ്വന്തം ജില്ലയിൽ തന്നെ 2 സെന്റേഴ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കൊടുക്കുക, പിന്നെ തൊട്ടടുത്ത ജില്ലകളിലും കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫാദേഴ്സ് ഒക്കുപ്പേഷൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ജോലി എന്നുള്ളത്, ബിസിനസ് ആണോ എന്താണെന്നുള്ളത്. ഇതിലൊന്നും പെടുന്ന കാറ്റഗറി ഇല്ലാന്നുണ്ടെങ്കിൽ അതേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഫാദേഴ്സ് ഗാർഡിയൻസ് ക്വാളിഫിക്കേഷൻ എന്താണ്, എത്ര വരെ പഠിച്ചിട്ടുണ്ട്, 10 വരെ ആണെന്നുണ്ടെങ്കിൽ മാട്രിക്കുലേറ്റ് കൊടുക്കുക, ഡിഗ്രി ആണെങ്കിൽ ഗ്രാജുവേറ്റ് കൊടുക്കുക, PG ഉണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ അതേഴ്സ് കൊടുത്താലും മതി. ഇനിയിപ്പോൾ മദേഴ്സിന്റെ ഒക്കുപ്പേഷനും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് വൈഫ് ആണോ, അതേഴ്സ് ഇൻക്ലൂഡിങ് ഹൗസ് വൈഫ് അവിടെ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാൻ വേണ്ടി പറ്റും. എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതേഴ്സ് ചൂസ് ചെയ്താലും മതിയാവും. ഇനി ഇതിൽ ക്യാപ്ച വീണ്ടും ടൈപ്പ് ചെയ്യാനാണ്. ക്യാപ്ച നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തെറ്റരുത്. കാര്യം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വീണ്ടും ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ നോക്കിയിട്ട് കൊടുക്കുക. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉറപ്പാണ്. നിങ്ങളുടെ പേപ്പേഴ്സ് ഒക്കെ ചൂസ് ചെയ്തു, അതുപോലെ തന്നെ സെന്റേഴ്സ് ചൂസ് ചെയ്ത് കറക്റ്റ് ആണ്. അതുപോലെ ഫാദേഴ്സ് മദേഴ്സിന്റെ ഒക്കുപ്പേഷനും അതുപോലെ തന്നെ എത്ര വരെ പഠിച്ചു എന്നുള്ളതും കൊടുത്തു. ക്യാപ്ച എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് സെക്ഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കൺഫർമേഷൻ വേണ്ടിയിട്ട് യെസ് കൊടുക്കുക. യെസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ 5ാമത്തെ സ്റ്റെപ്പും ക്ലിയർ ചെയ്തു. ഇനി നമ്മളുടെ 10th ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മൾ 10ാം ക്ലാസ്സിൽ പാസ്ഡ് എന്നുള്ളത് കൊടുക്കുക. ശേഷം ഇവിടെ ഇയർ ഓഫ് പാസിംഗ് ചോദിക്കുന്നുണ്ട്, ഏത് കൊല്ലമാണ് നമ്മൾ പാസ്സായത് എന്നുള്ളത്. അത് അവിടെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഇനി 10th ഓർ ഇക്വവാലന്റ് ക്വാളിഫയിങ് എക്സാം എന്ന് പറയുന്നത് 10th ഓർ ഇക്വവാലന്റ് കൊടുക്കുക. പ്ലേസ് ഓഫ് സ്കൂൾ എവിടെയാണ്, അത് റൂറൽ ഏരിയയിലാണോ അർബനിലാണോ പഠിച്ചതെന്നുള്ള ചോദിക്കുന്നുണ്ട്. ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് അവിടെ കൊടുക്കുക. ദെൻ ടൈപ്പ് ഓഫ് സ്കൂൾ ചോദിക്കുന്നുണ്ട്, പ്രൈവറ്റ് സ്കൂളാണോ ഗവൺമെന്റ് സ്കൂളാണോ, അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ്, ഏത് സെന്ററിൽ നിന്നാണ് നിങ്ങൾ സ്കൂള് 10th പഠനം പൂർത്തീകരിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. കേരള കൊടുക്കുന്നു ഞാൻ. ഇവിടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്ട്, ഞാൻ 10th പഠിച്ച സ്കൂൾ ഏത് ഡിസ്ട്രിക്റ്റിലായിരുന്നു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്, അതും കൊടുക്കുക. പിന്നെ സ്കൂൾ ബോർഡ് ഏതാണ്, ഇപ്പോൾ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ട്. 10th ആണെന്നുണ്ടെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷൻസ് കൊടുക്കുക. ദെൻ റിസൾട്ട് മോഡ് പെർസെൻറ്റേജിലാണോ ഉള്ളത് അതോ CGPAയിലാണോ എന്നുള്ളത് കൊടുക്കുക. എങ്ങനെയാണ് CGPAയിലോട്ടും അതുപോലെ തന്നെ പെർസെൻറ്റേജിലോട്ടും കൺവേർട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ പെർസെൻറ്റേജ് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ റോൾ നമ്പർ ചോദിക്കുന്നുണ്ട്, റോൾ നമ്പറും കൊടുക്കുക. സ്കൂൾ കോളേജ് നെയിം ചോദിക്കുന്നുണ്ട്, അതും ഇവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക്. റോൾ നമ്പർ ചോദിക്കുന്നുണ്ട്, റോൾ നമ്പർ കൊടുക്കുക. പിന്നെ ടോട്ടൽ മാർക്ക് എത്രയാണ്, ഒപ്റ്റൈൻഡ് മാർക്ക് എത്രയാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്.
അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ CGPA എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. CGPA സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഗ്രേഡ് പോയിന്റ് നിങ്ങളിപ്പം CBSE ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഗ്രേഡ് പോയിന്റ് 10 ആണ്. ഇനിയിപ്പം സ്റ്റേറ്റ് സിലബസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഗ്രേഡ് പോയിന്റ് 9 ആണ്. അപ്പോൾ എങ്ങനെയാണ് CGPA കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ നോക്കാം. എന്തായാലും നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് 10th ഓരോ ഗ്രേഡിനുള്ള പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. A+ ആണെന്നുണ്ടെങ്കിൽ 9 പോയിന്റ് ആണ്, A ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ 8 പോയിന്റ് ആണ്, B+ ആണെന്നുണ്ടെങ്കിൽ 7 പോയിന്റ്സ് ആണ്, B ആണെന്നുണ്ടെങ്കിൽ 6 പോയിന്റ്സ് ആണ്, C+ ആണെന്നുണ്ടെങ്കിൽ 5 പോയിന്റ്സ് ആണെന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. ഇത് ഒരാളുടെ ഗ്രേഡ് ആണെന്ന് വിചാരിക്കുക, 10 സബ്ജക്റ്റുകളുടെ ഗ്രേഡ് ആണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അയാൾക്ക് 8 A+ഉം 1 എയും 1 B+ഉം ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 9 ഇൻറ്റു 8, A+ന് ഗ്രേഡ് വരുന്നത് 9 ആണ്. അപ്പൊ 9 ഇൻറ്റു 8 പ്ലസ് 9 ഇൻറ്റു 8 ഇൻറ്റു 9 പ്ലസ് 8 പ്ലസ് 7, ഇതാണ് ഇവരുടെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് കാണാനാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ഇൻറ്റു 100/19 ആണ് നമ്മൾ കാണേണ്ടത്. ഇനി CGPA കാണാനാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ബൈ സബ്ജക്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മതിയാവും. അപ്പോൾ ടോട്ടൽ ഒരാൾക്ക് കിട്ടിയിരിക്കുന്നത് 8 A+ഉം 1 എയും 1 B+ഉം ആണെന്നുണ്ടെങ്കിൽ 8 ഇൻറ്റു 9 പ്ലസ് 8 പ്ലസ് 7 ബൈ 10 വിഷയങ്ങൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. ടോട്ടൽ അപ്പം 87/10 എന്ന് പറയുന്ന സമയത്ത് 8.7 ആണ് വരിക. ഒരാൾക്ക് 8 A+ഉം 1 എയും 1 B+ഉം കിട്ടിയ ആൾക്ക് 8.7 ആണ് വരിക എന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ CGPAയിൽ ഇങ്ങനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 9ൽ 8.7 ആണ് നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം മാക്സിമം ഗ്രേഡ് പോയിന്റ് 9 ആണ് വരിക നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒപ്റ്റെയിൻഡ് ആയിട്ടുള്ള എനിക്ക് കിട്ടിയിരിക്കുന്ന 8.7 ആണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ. അപ്പോൾ CGPA കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ കാണിക്കും. അതിൽ റോൾ നമ്പർ കൊടുക്കുക, SSLC മാർക്ക് ഷീറ്റിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിച്ചതെന്നുള്ളത് അതും കൂടെ അവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ സ്കൂളിന്റെ പിൻകോഡും കൂടെ ചോദിക്കുന്നുണ്ട്, അതും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ 12th കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങളിപ്പം പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പാസ് കൊടുക്കുക. ഇനി +2ലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുക. ശേഷം ക്വാളിഫയിങ് എക്സാം 12th ഓർ ഇക്വവാലന്റ് കൊടുക്കുക. ശേഷം പ്ലേസ് ഓഫ് ദ സ്കൂൾ ചോദിച്ചിട്ട് റൂറൽ ഏരിയയിലാണോ അർബൻ ഏരിയയിലാണോ എന്നുള്ളത്. ടൈപ്പ് ഓഫ് സ്കൂൾ ഓർ കോളേജ് എന്നുള്ളത് അതിപ്പം ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് കൊടുക്കുക, പ്രൈവറ്റ് ആണ് എയ്ഡഡ് ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പം നിങ്ങളുടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, സ്റ്റേറ്റ് കൊടുക്കുക. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട്, അതും കൊടുക്കുക. പിന്നെ സ്കൂൾ ബോർഡ് ചോദിക്കുന്നുണ്ട്. ഇപ്പം +2 ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരള ബോർഡ് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത്. അതാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അപ്പിയറിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കൂൾ റോൾ നമ്പറോ റിസൾട്ട് മോഡോ കാര്യങ്ങൾ കൊടുക്കാനില്ല. പിന്നെ സ്കൂളിന്റെ പിൻകോഡ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ സ്കൂളിന്റെ നെയിമും ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, അതും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം ക്യാപ്ച തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഡീറ്റെയിൽസ് നിങ്ങൾ ഒന്നും കൂടെ എൻ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നിട്ട് ഐ ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് സെക്ഷൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ യെസ് കൊടുക്കുക അവിടെ. അങ്ങനെ നിങ്ങൾ 6th സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ. ആർ യു എ ട്വിൻ ആൻഡ് ബോത്ത് അപ്ലൈയിങ് ഫോർ CUET UG 2025 എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ട്വിൻ ആണെന്നുണ്ടെങ്കിൽ ഒരേ മെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം അപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ടിൻ ആണെങ്കിൽ മാത്രം ടിന്നിന്ന് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടില്ല ഒരു എൻട്രൻസ് എക്സാമിനും, പക്ഷേ ഇപ്പോൾ അത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ ഈ ഒരു ക്യാപ്ച നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. 7 നെക്സ്റ്റ് അടിക്കുന്നു, യെസ് കൊടുക്കുന്നു. ശേഷം രജിസ്റ്റർ എമർജൻസി കോൺടാക്ട് നമ്പർ, ഇതും ഒരു എൻട്രൻസ് എക്സാമിലും ചോദിച്ച് കാണാത്തതാണ് സാധാരണയായിട്ട്, പക്ഷെ ഇപ്പൊ ചോദിച്ച് കാണുന്നുണ്ട്. നമുക്കിവിടെ നോക്കാം. വീണ്ടും മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ
നിങ്ങളുടെ നിങ്ങളുടേതല്ലാത്ത നിങ്ങളുടെ പാരൻസിന്റെ മൊബൈൽ നമ്പർ ആയിരിക്കണം ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഇമെയിൽ ഐ ഡിയും ചോദിക്കുന്നുണ്ട്, അതും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ക്യാപ്ച വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ഒ ടി പി പോകുന്ന ഒരു കാര്യമുണ്ട്. ഒരു മെയിൽ ഐ ഡിയിലോട്ടും കോൺടാക്ട് ഡീറ്റെയിൽസിലോട്ടും ഒ ടി പി പോകും. ഒ ടി പി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈലിലോട്ടും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലോട്ടും വന്ന ഒ ടി പി വന്നതിന് ശേഷം വെരിഫൈ ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ എട്ടാമത്തെ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾ അവിടെ കൊടുത്തു, വെരിഫൈ ചെയ്തു, നമ്പർ ഒ ടി പി സെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് എൻ്റർ ചെയ്തു. ഇനി നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനാണുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്, കളറിലോ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റോ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 80% ഓഫ് ഫേസ് വിസിബിൾ ആയിരിക്കണം, മാസ്ക് ഒന്നും ഇട്ടതുകൊണ്ടായിരിക്കരുത് നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഇതിന്റെ ഫയൽ നെയിം നിങ്ങൾ കൊടുക്കേണ്ട ശ്രദ്ധിക്കുക, SH/ ഇവിടെ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ആയിരിക്കണം. അതായത് നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സ് അണ്ടർസ്കോർ ഫോട്ടോ എന്നുള്ള ആ ഒരു ഫയൽ നെയിമിലായിരിക്കും നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവേണ്ടത്. അതല്ലാത്ത രീതിയിൽ നിങ്ങൾ എങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എറർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാനിപ്പം ഈ പറഞ്ഞ ഫയൽ നെയിം അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഫയൽ നെയിം, ഫോട്ടോ എന്ന് പേരുള്ള ഒരു ഫയൽ നെയിം മാത്രം കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിത് സൂം ഔട്ട് ചെയ്തിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യാണ്. ഇവിടെ അപ്ലോഡിങ് ശരിയാവും, പക്ഷേ ആക്ഷൻ എന്നുള്ള അടുത്ത് നമ്മൾ അപ്ഡേറ്റ് എന്നുള്ള ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് അത് ഫൈനൽ ആവുക. പക്ഷേ ഇവിടെ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്നത് SH_photo_JPG എന്നുള്ള ഒരു ഫോർമാറ്റിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ഷൻ എന്നുള്ളത് അപ്ഡേഷന്റെ അടുത്ത് എറർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി അതേസമയം ഞാനിതേ പറഞ്ഞതുപോലെ തന്നെ SH_photo എന്നുള്ളത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സൂം ഔട്ട് ചെയ്തിട്ട് ഞാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. ശേഷം അപ്ഡേറ്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇമേജ് അല്ലെങ്കിൽ ഫയൽ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സിഗ്നേച്ചറും ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാണ്, SH_signature എന്നുള്ളത്. ഇതിന്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സ് അണ്ടർസ്കോർ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഫോട്ടോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുക. ഇവിടെ കാണിക്കുന്നത് പോലെ ഇവിടെ എന്താണ് ഫയൽ നെയിം കാണിക്കുന്നത് അതാണ് നിങ്ങളുടെ ഫയൽ നെയിം കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ ഫോട്ടോന്റെ സൈസ് 10 KB to 200 KB സൈസ് ആയിരിക്കണം. സിഗ്നേച്ചറിന്റെ 10 KB to 50 KB സൈസ് ആയിരിക്കണം എന്നതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ ആക്ഷൻ എന്നുള്ളിടത്ത് അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ശേഷം നിങ്ങൾക്ക് അതിന് ശേഷം കറക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ക്യാപ്ച എൻ്റർ ചെയ്യാനുള്ള ഒരു ബട്ടൺ, ഒരു കോളം നമുക്ക് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, യെസ് കൊടുക്കുക. ഇനി ഫൈനൽ സബ്മിഷൻ ആണ്. നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ കംപ്ലീറ്റ് ഗോ ത്രൂ ചെയ്യുക, കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. എന്നിട്ട് ഈ ഭാഗങ്ങളൊക്കെ തെറ്റുകളില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതുവരെ നിങ്ങൾ 10 സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രോസസ്സും കാണാൻ വേണ്ടി പറ്റും, നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സും കാര്യങ്ങളും അടക്കം. എന്നിട്ട് ശേഷം വീണ്ടും നിങ്ങൾ ഡിക്ലറേഷൻ കൊടുക്കണം. നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഈ ഡീറ്റെയിൽസ് നെയിം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, അതുപോലെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, ഡോക്യുമെന്റ്സ്, ഫാദർ മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, എക്സാമിനേഷൻ സെന്റേഴ്സ്, അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് കാര്യങ്ങൾ ശരിയാണെന്ന് ഞാൻ ഉറപ്പുവരുത്താണ്. ശേഷം ഡിക്ലറേഷനിൽ അഗ്രിയും കൂടെ ചെയ്തതിന് ശേഷം നിങ്ങൾ കംപ്ലീറ്റ് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ കൊടുക്കാം. വീണ്ടും അവിടെ ചോദിക്കുന്നുണ്ട് മുമ്പോട്ട് പോവാമോ, ശരിയാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ആണെങ്കിൽ മാത്രം യെസ് ഇതാക്കുക, അല്ലാതെ നോ കൊടുത്തിട്ട് നിങ്ങൾ വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ 2 സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു, പിന്നെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തു. ഇനി ഫീ പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഫീ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാപ്ച എൻ്റർ ചെയ്യുക, 79 ഇവിടെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്യുക, NL21 എന്നുള്ളതാണ്. പിന്നെ സബ്മിറ്റ് ആൻഡ് ഗെറ്റ് OTP എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ നമ്മുടെ മെയിൽ ID നമ്മൾ വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഫീ പേയ്മെന്റിന് മുമ്പേ ആയിട്ട് ഈ ഒരു വിൻഡോയിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപ്ച എൻ്റർ ചെയ്തതിന് ശേഷം മെയിൽ ഐ ഡിയും കൂടെ നിങ്ങൾ വെരിഫൈ ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് ആൻഡ് ഗെറ്റ് ഒ ടി പി അടിക്കുക. ഒ ടി പി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെയിലിലോട്ട് ഒരു മെയിൽ പോകും. ആ മെയിൽ എന്താണെന്ന് നോക്കുക. എന്നിട്ട് ആ ഒരു ഒ ടി പി ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഒ ടി പി കറക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സക്സസ് ആയിട്ട് കാണിക്കും. ഇനി നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ മൊബൈൽ ഐ ഡി വെരിഫൈ ചെയ്തു, ഒ ടി പി സെൻഡ് ചെയ്തിട്ട് ഇമെയിൽ ഐ ഡിയും നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി നിങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഓപ്റ്റ് ചെയ്തേക്കുന്ന 5 പേപ്പേഴ്സ് ആണ്. ഞാൻ ഒ ബി സി കാറ്റഗറിയിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാമിനേഷന്റെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് 1650 രൂപയാണ്. ഇനി അപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും എഡിറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എഡിറ്റ് അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഈ ഒരു വിൻഡോയിലോട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഫൈനൽ ആയിട്ടുള്ള സബ്മിഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഫീ പേയ്മെന്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫൈനൽ സബ്മിറ്റ് ചെയ്യുക, ശേഷം ക്ലോസ് ചെയ്യുക. നേരത്തെ ചെയ്തതാണ്. നമ്മൾ ഇതൊക്കെ കൊടുത്തു, എല്ലാ ചെക്ക് ബോക്സും നമ്മൾ ടിക്ക് ചെയ്തു. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആണ്, അത് കൊടുത്തു. കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പേയ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. പേ എക്സാമിനേഷൻ ഫീ. ഇനി ഓൺലൈൻ മോഡാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പ്രൊസീഡ് ഫോർ പേയ്മെന്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി എങ്ങനെയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. യു പി ഐ വെച്ചിട്ടാണോ? യു പി ഐ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ SBI MOPS ക്ലിക്ക് ചെയ്യുക. ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? യു പി ആണെന്നുണ്ടെങ്കിൽ യു പി സെലക്ട് ചെയ്യുക. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ യു പി ഐ സെലക്ട് ചെയ്യാണ്. യു പി ഐയിലോട്ട് പോകുന്നു. ശേഷം നിങ്ങൾ QR കോഡ് വഴി അത് സ്കാൻ ചെയ്തിട്ടാണ് നിങ്ങൾ പേ ചെയ്യുന്നതെങ്കിൽ QR കോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ QR കോഡ് തെളിഞ്ഞ് കാണും. എന്നിട്ട് ഈ ഒരു QR കോഡ് നിങ്ങളുടെ ഫോൺ പേയിലോ ഗൂഗിൾ പേയിലോ Paytm-ലോ അല്ലെങ്കിൽ ഏതാണ് ആപ്ലിക്കേഷൻ യു പി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇത് സ്കാൻ ചെയ്യുന്ന സമയത്ത് സക്സസ്ഫുള്ളി അതിലോട്ട് ഓട്ടോമാറ്റിക്കലി 1600 രൂപ പേ ചെയ്യാൻ വേണ്ടി കാണിക്കും. അത് നിങ്ങൾ പേ ചെയ്യുന്ന സമയത്ത് ഇത് സക്സസ്ഫുൾ എന്നുള്ള ഒരു വിൻഡോയിലോട്ട് പോവുകയും അങ്ങനെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആവുകയും ചെയ്യും. നമ്മൾ ആദ്യം ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്തു, പിന്നെ അതുപോലെ തന്നെ ഫോം ഫില്ലിങ് ചെയ്തു, പിന്നെ ഫീ പേയ്മെന്റ് ആണ്. ഇനി ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു വിൻഡോ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്തതിന്റെ ഒരു പേജ് കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കണം, ഫർദർ ഡീറ്റെയിൽസിനും അതുപോലെ തന്നെ അഡ്മിഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിൻഡോ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ആപ്ലിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പറ്റുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നോക്കുക. അതുപോലെ തന്നെ ബോർഡ് എക്സാമിനേഷൻ ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലോട്ടും പോവാം. ഇഫ് യു വാണ്ട് ഒരു മെന്റർഷിപ്പ് അല്ലെങ്കിൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ബോർഡ് എക്സാമും അതുപോലെ തന്നെ നിങ്ങളുടെ CUT എക്സാമും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് നന്നായി എഴുതിക്കൊണ്ട് നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്താൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.